ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. നമ്മൾ യാക്കോബ് എഴുതിയ ലേഖനമാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് 3-ാമത്തെ അധ്യായമാണ് നോക്കുന്നത്. 3-ാമത്തെ അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. ഈ ഭാഗത്ത് യാക്കോബ് പറയുന്ന കാര്യങ്ങൾ, സംസാരത്തെക്കുറിച്ച് ഇതിനു മുൻപും പറഞ്ഞിട്ടുണ്ട്. ഈ ഭാഗവും ചെറുതായിട്ട് നോക്കിയതാണ്. എന്നാൽ ഇന്ന് നമ്മൾ കൂടുതൽ വിശദമായിട്ട് നോക്കുകയാണ്. 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം: സഹോദരന്മാരെ, അധികം ശിക്ഷാവിധി വരുമെന്നറിഞ്ഞ് നിങ്ങളിൽ അനേകർ ഉപദേഷ്ടാക്കന്മാരാകരുത്. പല വാക്യങ്ങളിലായി ആവർത്തിച്ചു പറയുന്നൊരു കാര്യമുണ്ട്. ദൈവത്തോട് നമ്മൾ കണക്ക് പറയേണ്ട ഒരു കാര്യമുണ്ട്. അതിൻ്റെ പരിണിത ഫലം എന്തായിരിക്കും? ഞാൻ ആ കണക്ക് പറഞ്ഞിട്ട് വെറുതെ ഇങ്ങനെ പോവുകയാണോ, അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉണ്ടാകുമോ എന്നും നമുക്കറിയത്തില്ല. വളരെ ശക്തമായ ചില താക്കീതുകൾ പുതിയ നമ്മൾ കാണുന്നുണ്ട് അതിനോടുള്ള ബന്ധത്തിൽ. അതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് വ്യക്തമായൊരു തീർപ്പ് പറയാൻ സാധിക്കില്ല. എങ്കിലും ഗൗരവമേറിയ ചില സൂചനകൾ, മുന്നറിയിപ്പുകൾ നൽകുന്നു. ഇവിടെ നമ്മൾ വായിച്ച വാക്യത്തിൽ നിങ്ങളിൽ അധികം പേർ ഉപദേഷ്ടാക്കന്മാരാകരുത്, കാരണം അങ്ങനെയുള്ളവർക്ക് അധികം ശിക്ഷാവിധി വരും. ഇത് അവിശ്വാസികളോട് പറയുന്നതല്ല. യാക്കോബ് ലേഖനം എഴുതുന്നത് അവിശ്വാസികൾക്കല്ല. യാക്കോബ് ലേഖനം എഴുതുന്നത് വിശ്വാസികൾക്കാണ്. തുടക്കത്തിൽ താൻ പറയുന്നത് ചിതറിപ്പാർക്കുന്ന 12 ഗോത്രങ്ങൾക്ക് വന്ദനം. അപ്പൊ വിശ്വാസികളോട് പറയുമ്പോൾ പറയുകയാണ്, നമ്മൾ ഉപദേഷ്ടാക്കന്മാരാകുമ്പോൾ ഒരു വിഷയമുണ്ട്. അത് പഠിക്കുന്നവനേക്കാൾ പഠിപ്പിച്ചവന് കൂടുതൽ ശിക്ഷ വിധി ഉണ്ടാകും. ചില ട്രാൻസ്ലേഷനിൽ ഉപദേഷ്ടാക്കന്മാർ എന്ന വാക്കിന് മാസ്റ്റേഴ്സ് എന്ന വാക്കാണ്. യജമാനൻ. യജമാനൻ എന്ന അർത്ഥത്തിൽ അല്ല, പഠിപ്പിക്കുക എന്ന അർത്ഥത്തിൽ തന്നെയാണ്. നമുക്കറിയാം, ഈ പഠിപ്പിക്കുന്നവരെ പണ്ടത്തെ ഒരു തലമുറ വിളിച്ചിരുന്ന മാഷ എന്നാണ്. അത് ഈ മാസ്റ്ററിൽ നിന്നുണ്ടായതാകാം. മാസ്റ്റർ എന്ന് പഴയ ഇംഗ്ലീഷിൽ ആ കാലഘട്ടത്തിൽ മാസ്റ്റർ എന്ന് പറയുന്നത് പഠിപ്പിക്കുന്നവർക്ക് വേണ്ടി അവർ ഉപയോഗിച്ചിരുന്നു, മാസ്റ്റർ. ഇവിടെ പറയുന്നത് അധികം ശിക്ഷാവിധി വരും. അധികം പ്രാപിച്ചവരോട് അധികം ദൈവം കണക്ക് ചോദിക്കും. അധികം ശിക്ഷാവിധി വരുന്നത് കൊണ്ട് അധികം പേർ ഉപദേഷ്ടാക്കന്മാരാകരുത്. നമുക്കറിയാം, നമുക്കെല്ലാവർക്കും പൊതുവായുള്ളൊരു താല്പര്യമാണ് ഉപദേശം കൊടുക്കുക എന്നുള്ളത്. ഈ ഉപദേശം കൊടുക്കുമ്പോൾ കൊടുക്കുന്നവൻ വലിയവനും സ്വീകരിക്കുന്നവൻ ചെറിയവനുമാണ്. സ്കൂളിലെ ടീച്ചറാണ് ഉയർന്നിരിക്കുന്നത്, വിദ്യാർത്ഥിയല്ല. നമ്മുടെ ഉള്ളിലൊക്കെ ഈ ഉപദേശം കൊടുക്കാനുള്ള താല്പര്യം തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ്. ഈ ഉപദേശം കൊടുക്കുക എന്നുള്ള തെറ്റല്ല. ദൈവത്തിൻ്റെ സഭയിൽ ഉപദേഷ്ടാക്കന്മാരുണ്ട്. ഉപദേശിക്കേണ്ടത് ആവശ്യമാണ്. ഉപദേശിക്കുന്നത് വളരെ ശ്രേഷ്ഠമായ ഒരു ശുശ്രൂഷ തന്നെയാണ്. പക്ഷേ ഇവിടെ പറയുന്ന ആ കാര്യം ഏത് വിധത്തിലുള്ള ഉപദേശമാണ്? പലപ്പോഴും പലരും ഉപദേശിക്കുന്നത് അവരുടെ പാപം കവറപ്പ് ചെയ്യാനാണ്. യൂദ ഫ്രീ ആയൊരു ഉപദേശം കൊടുത്തു. എന്താണ് ഉപദേശം? ഈ പാഴ്ചിലവ് എന്തിന്? ഒരു സ്ത്രീ വന്ന് വിലയേറിയ തൈലം യേശുവിൻ്റെ കാലിൽ ഉടച്ചപ്പോൾ യൂദ ചോദിക്കുകയാണ്, ഈ പാഴ്ചിലവ് എന്തിന്? ഒരു ഉപദേശം കൊടുക്കുക. പക്ഷെ നമുക്കറിയാം, യൂദ ആ കാര്യത്തിൽ അത്ര വിശുദ്ധനൊന്നുമല്ല. പണത്തിന്റെ കാര്യത്തിൽ വിശ്വസ്തനായ ഒരു വ്യക്തിയല്ല യൂദ. യൂദ പണത്തിന്റെ വിഷയത്തിൽ പരാജയപ്പെട്ട ഒരു മനുഷ്യനാണ്. ആ മനുഷ്യനാണ് പണത്തോടുള്ള ബന്ധത്തിൽ ഉപദേശം കൊടുക്കുന്നത്. നമ്മുടെ പാപത്തെ കവറപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപദേശം കൊടുക്കാനുള്ള ഒരു പ്രേരണ, അല്ലെങ്കിൽ ഉപദേശം കൊടുക്കാനുള്ള താല്പര്യം നമുക്കുണ്ടാകാം. അപ്പൊ ഉപദേശം കൊടുക്കുന്നവനെ കുറിച്ച് മറ്റുള്ളവർ, കേൾക്കുന്നവർ ചിന്തിക്കുന്നത് ആ ഉപദേശം കൊടുക്കുന്നവന് ഈ പ്രശ്നങ്ങളില്ല. അപ്പൊ പ്രശ്നങ്ങളില്ലാത്ത വിഭാഗത്തിലേക്ക് നമ്മളെ പെടുത്തും. മറ്റൊന്ന്, എനിക്കെല്ലാം അറിയാമെന്നുള്ള അഹങ്കാരത്തിൽ നിന്ന് നമ്മളിൽ വളരെയധികം ബാധിക്കുന്ന ഒരു വിഷയമാണിത്. പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത, നമുക്ക് അറിവ് കൂടുതലാണ്. പണ്ട് നമുക്ക് അറിവ് കിട്ടുന്നത്, ന്യൂസ് കിട്ടുന്നത് ഒരു ദിവസത്തെ രാവിലത്തെ പത്രം വരുമ്പോഴോ രാവിലെയോ ഉച്ചയ്ക്കോ വൈകിട്ടോ മാത്രമുള്ള റേഡിയോ ന്യൂസ് വരുമ്പോഴോ മാത്രമാണ് നമുക്ക് ന്യൂസ് കിട്ടിക്കൊണ്ടിരുന്നത്. എന്നാൽ നമുക്കിപ്പോൾ അറിയാം, അങ്ങനെയല്ല. ഓരോ പുതിയ ന്യൂസ് വരുമ്പോഴേക്കും നമുക്ക്
അതിൻ്റെ മുന്നറിയിപ്പ് മൊബൈൽ ഫോണിൽ വരും. നമ്മൾ ഉടനെ തുറന്നു നോക്കും. അപ്പം നമ്മൾ വളരെ അപ് ടു ഡേറ്റ് ആണ്. എല്ലാ കാര്യത്തെക്കുറിച്ചും നമുക്ക് അറിവുണ്ട്. എനിക്കെല്ലാം അറിയാമെന്നുള്ള ഒരു തോന്നൽ ഈ കാലഘട്ടത്തിൽ നമ്മിലൊക്കെ ഉണ്ട്. അപ്പം എല്ലാം അറിയാവുന്നത് കൊണ്ട് എല്ലാറ്റിലും ഉപദേശം കൊടുക്കാൻ, അഭിപ്രായം പറയാനുള്ള ഒരു പ്രവണതയുണ്ട്. അതിൻ്റെ റൂട്ട് എന്ന് പറയുന്നത് അഹങ്കാരമാണ്, പ്രൈഡാണ്. നമുക്ക് അറിവ് യഥാർത്ഥത്തിൽ നിറഞ്ഞിരിക്കുമ്പോൾ നമ്മൾ അധികം തുളുമ്പുകയില്ല, അധികം പറയുകയില്ല. ആവശ്യത്തിന് മാത്രമേ പറയൂ. നമുക്ക് ഉള്ള അറിവ് എത്ര കുറവാണ് എന്നുള്ളത് ഓരോ വർഷം കഴിയും തോറും അത് മനസ്സിലാക്കും. എല്ലാവരും മനസ്സിലാക്കണമെന്നില്ല. ചിലർക്ക് പ്രായം കൂടുന്തോറും വിഡ്ഢിത്തരവും മണ്ടത്തരവും അഹങ്കാരമൊക്കെ കൂടുന്നതുകൊണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ നാളുകൾ കഴിയും തോറും, പക്വത പ്രാപിക്കും തോറും അറിയുന്നൊരു തിരിച്ചറിവ് നമുക്ക് എല്ലാം അറിയില്ല. അതുപോലെ മറ്റൊരു ഉപദേശം, നമ്മുടെ ജീവിതം മറന്നുകൊണ്ടുള്ള ഉപദേശം. അതായത് എനിക്ക് പ്രശ്നമില്ല, എനിക്ക് കോപമില്ല, അതുകൊണ്ട് കോപിക്കുന്നവരെ ഉപദേശിക്കുന്നു. എനിക്ക് സ്വാർത്ഥതയില്ല, അതുകൊണ്ട് ഞാൻ സ്വാർത്ഥമില്ലാത്തവരെ ഉപദേശിക്കുന്നു. ഞാൻ നുണ പറയാറില്ല, അതുകൊണ്ട് എല്ലാവരെയും നുണ പറയുന്നവരെ ഉപദേശിക്കുന്നു. എന്നാൽ സത്യത്തിൽ ഇതൊക്കെ എൻ്റെ ജീവിതത്തിലുണ്ട്. ഒരു പക്ഷെ ഞാൻ മറച്ചു വെക്കുന്നു, അല്ലെങ്കിൽ ഞാൻ തിരിച്ചറിയുന്നില്ല. നമ്മൾ ഉപദേശിക്കുന്ന ഉപദേശം ഒരു രൂപത്തിൽ അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ നമ്മിൽ നിലനിൽക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തെ നമ്മളൊന്ന് കാണാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ഉപദേശം കുറച്ച് കുറയും. അപ്പൊ എൻ്റെ ജീവിതത്തിൽ ഇതൊന്നുമില്ല എന്നുള്ള ഭാവത്തിലുള്ള ഉപദേശം അഹങ്കാരത്തിൻ്റെ തന്നെ വേറൊരു രൂപമാണിത്. ഒരിക്കൽ പത്രോസ് യേശുവിനോട് പറഞ്ഞു, ആര് നിന്നെ തള്ളി പറഞ്ഞാലും ഞാൻ നിന്നെ തള്ളി പറയില്ല. പത്രോസ് ഇങ്ങനെ പറഞ്ഞാൽ മതിയായിരുന്നു, ഞാൻ നിന്നെ തള്ളി പറയത്തില്ല എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷെ പത്രോസ് കുറച്ചും കടത്തി പറയുകയാണ്, മറ്റെല്ലാവരും തള്ളി പറയാം, പക്ഷേ ഞാൻ പറയത്തില്ല. അപ്പൊ മറ്റുള്ളവരെക്കാൾ ഞാൻ ബെറ്റർ ആണ് എന്നുള്ളൊരു ചിന്തയിൽ നിന്നുള്ളൊരു പ്രസ്താവനയാണത്. മറ്റൊരു ഉപദേശം, കരുണയില്ലാത്തൊരു ഉപദേശം, വിത്തൗട്ട് മേഴ്സി. അത് പ്രത്യേകിച്ച് നമ്മൾ വേദപുസ്തകത്തിൽ പരീശന്മാരുടെ ജീവിതത്തിൽ അത് കാണുന്നുണ്ട്. അവർ ജഡ്ജ് ചെയ്തപ്പോൾ, അവർ വിധിച്ചപ്പോഴൊക്കെ അവരുടെ ഒരു പ്രത്യേകത കരുണയില്ലാതെയാണ്. അതുകൊണ്ട് യാക്കോബ് പറയുകയാണ്, നിങ്ങൾ ഓർക്കണം, നിങ്ങൾ ഉപദേശിക്കുന്നത് നല്ലതാണ്, പക്ഷേ ശരിയായ മനോഭാവത്തോടും ശരിയായ രീതിയിലുമല്ല ഉപദേശമെങ്കിൽ നിങ്ങൾക്ക് കണക്ക് പറയേണ്ട ഒരു ദിവസം വരും. കണക്ക് പറയുന്ന ദിവസത്തിൽ തീർച്ചയായും മറ്റുള്ളവരെക്കാൾ അധികം ശിക്ഷ നിങ്ങൾക്കുണ്ടാകും. കാരണം ആരാ ഉപദേശിക്കുന്നത്? ഉപദേശിക്കുന്നത് അതിനെക്കുറിച്ച് അറിവുള്ളവനാണ്, അല്ലെങ്കിൽ മാസ്റ്ററാണ്. അപ്പൊ മാസ്റ്ററായവൻ കൂടുതൽ അതിൽ തികഞ്ഞവനായിരിക്കണം. ഇപ്പൊ താഴ്മയെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ, സ്നേഹത്തെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ, പ്രാർത്ഥനയെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ, ഉപവാസത്തെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ, മറ്റൊരാളുടെ തെറ്റുകളെ ഞാൻ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഓർക്കണം, അത് എൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ലഭിക്കാൻ പോകുന്ന ശിക്ഷയേക്കാൾ അധികമായിരിക്കും ശിക്ഷ. ഒരു ട്രാൻസ്ലേഷൻ ഇങ്ങനെയാണ് അത് എഴുതിയിരിക്കുന്നത്, ഡോണ്ട് ബി ടു ഈഗർ ടു ടെൽ അതേഴ്സ് ദെയർ ഫോൾട്ട്. മറ്റുള്ളവരുടെ തെറ്റുകളെ പറയാൻ തിടുക്കം കാണിക്കരുത്, തെറ്റുകളെ ചൂണ്ടിക്കാണിക്കാൻ. പ്രത്യേകിച്ചും പാരൻസിന് അവരുടെ മക്കളോട് നമുക്ക് തിടുക്കമാണെന്ന് മാത്രമല്ല, കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. പക്ഷേ ഇവിടെ പറയുന്നത് അങ്ങനെ തിടുക്കം കാണിക്കരുത്. എന്നിട്ട് അതിനെ ഒന്ന് വിശദീകരിക്കുന്നുണ്ട് യാക്കോബ് 2-ാമത്തെ വാക്യത്തിൽ. നാം എല്ലാവരും പലതിലും തെറ്റിപ്പോകുന്നു. ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ്, നമ്മൾ അത് മറക്കുകയാണ്. ഒന്ന്, നമ്മൾ ഇപ്പോൾ പറയുന്ന കാര്യം നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിൽ വന്നിട്ടില്ല. വരും, നാളെ വരും. ഇപ്പോൾ ഞാനിത് പറയുന്നത് ഞാൻ പ്രസംഗിച്ചു തുടങ്ങിയ കാലവും ഇപ്പോഴത്തെ കാലവും കൂടി വെച്ചാണ്. മക്കളെ എങ്ങനെ വളർത്താം,
നമുക്ക് പ്രാക്ടിക്കലായിട്ട് വരാത്ത കാര്യം നാളെ പ്രാക്ടിക്കലാവും. ഇപ്പോൾ ഈ മക്കളില്ലാത്ത ഒരു കപ്പിളിനെ വിളിച്ചിട്ട് മക്കളെ വളർത്തുന്നത് എങ്ങനെയാണെന്ന് ക്ലാസ് എടുക്കാൻ ചോദിച്ചാൽ ഒരു പ്രശ്നവുമില്ലാതെ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ അവർക്ക് ക്ലാസ് എടുക്കാം. അതേ സമയത്ത് മക്കളൊക്കെ ഒരു പരുവത്തിലായി അങ്ങനെയുള്ളൊരു പാരന്റിനെ വിളിച്ച് ക്ലാസ് എടുക്കാൻ പറഞ്ഞാൽ അവർ അത്ര വേഗത്തിൽ ക്ലാസ് എടുക്കത്തില്ല. ഇവിടെ യാക്കോബ് പറയുകയാണ്, നാം എല്ലാവരും പലതിലും തെറ്റിപ്പോകുന്നു. അത് ഓർക്കണം. ഉപദേശിക്കരുതെന്നല്ല. ഞാൻ പറഞ്ഞല്ലോ, വേദപുസ്തകത്തിലെ പുതിയ നിയമത്തിലെ സഭയിലെ ശുശ്രൂഷകളിൽ ഒന്നാണ് ഉപദേഷ്ടാക്കന്മാർ. അത് ദൈവം വെച്ചിരിക്കുന്നത്. അത് ആ ശുശ്രൂഷ ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ ദൈവം അതിനുവേണ്ടി തിരഞ്ഞെടുത്തതെന്ന് മാത്രമല്ല, ഒരു വിശ്വാസി അവന്റെ ജീവിതത്തിലെ വിവിധ മേഖലകളിൽ അവൻ ഉപദേശിക്കേണ്ടതാണ്. പാരൻസ് മക്കളെ ഉപദേശിക്കണം. അതൊക്കെ വേദപുസ്തകം പഠിപ്പിക്കുന്ന കാര്യമാണ്. എന്നാൽ ഉപദേശിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ മറന്നുകൊണ്ടായിരിക്കരുത്. നാം പലതിനും തെറ്റിപ്പോകുന്നു എന്ന് ഓർത്തിട്ട് വേണം, ആ മനോഭാവത്തിൽ വേണം ഉപദേശിക്കാൻ. അപ്പോൾ അവർക്ക് പെട്ടെന്ന് അത് ഉൾക്കൊള്ളാൻ പറ്റും. കാരണം അല്ലെങ്കിൽ എന്താണെന്നറിയാമോ, നമ്മൾ സ്വർഗത്തിലിരിക്കുന്നു, അവർ ഭൂമിയിലിരിക്കുന്നു. സ്വർഗത്തിൽ നിന്ന് ഒരു മുഴക്കം കേട്ടു എന്ന് പറയുന്ന പോലെ മാത്രമേ അവർക്ക് തോന്നത്തുള്ളൂ. അഹങ്കാരത്തിൽ നിന്ന് ആ കാര്യങ്ങൾ പറയുമ്പോൾ അതിന് കമ്മ്യൂണിക്കേഷൻ കുറവായിരിക്കും. അഹങ്കാരത്തിൽ നിന്ന് പറയുമ്പോൾ കമ്മ്യൂണിക്കേഷൻ കുറവായിരിക്കും. കമ്മ്യൂണിക്കേഷന് പകരം ഒരു റിബല്യസ് സ്പിരിറ്റ് ആയിരിക്കും ഉണ്ടാകുന്നത്. യാക്കോബ് അതാണ് പറയുന്നത്. എന്നിട്ട് യാക്കോബ് പറയുന്നു, ഒരുവൻ വാക്കിൽ തെറ്റാതിരുന്നാൽ അവൻ ശരീരത്തിന് മുഴുവൻ കടിഞ്ഞാണിടുവാൻ കഴിവുള്ള പൂർണ്ണ മനുഷ്യനാണ്. വേദപുസ്തകത്തിൽ ആത്മീക പക്വത പ്രാപിക്കുന്ന അല്ലെങ്കിൽ ആത്മീയ പക്വത പ്രാപിച്ചവന്റെ ലക്ഷണം എന്താണ് എന്ന് പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒരു കാര്യം ഇവിടെ പറയുന്നത്, നാവിനെ കടിഞ്ഞാണ്ടിട്ട് നാവിനെ നിയന്ത്രിക്കാൻ പറ്റുന്നതാണ് ആത്മീക പക്വതയുടെ, മെച്യൂരിറ്റിയുടെ ഒരു ലക്ഷണം. ഒരുവൻ വാക്ക് തെറ്റാതിരുന്നാൽ അവൻ ശരീരത്തിന് മുഴുവൻ കടിഞ്ഞാണിടുവാൻ കഴിവുള്ള പൂർണ്ണ മനുഷ്യനാണ്. ഇത് വളരെ ഗൗരവത്തോടെ നമ്മൾ കാണണം. യാക്കോബ് തുടർന്ന് 2 ഉദാഹരണങ്ങൾ കൊണ്ടുവരുന്നു. ഒന്ന് കടിഞ്ഞാണിനെ കുറിച്ചും 2 ചുക്കാനെ കുറിച്ചും. കടിഞ്ഞാൺ എന്ന് പറയുന്നത് ഈ ശക്തിയുള്ള കുതിരയുടെ വായിലിടുന്ന ചെറിയ ഒരു ഉപകരണമാണ്. ആ കടിഞ്ഞാണുമായി ബന്ധിച്ച ആ കയറ് വെച്ചാണ് ഈ കുതിരയെ നിയന്ത്രിക്കുന്നത്. കുതിര വളരെ ശക്തിയുള്ള ഒരു മൃഗമാണ്. ശക്തിയുള്ള മൃഗമാണെങ്കിൽ പോലും അതിനെ നിയന്ത്രിക്കാൻ ഈ കടിഞ്ഞാണിനെ കഴിയുന്നു. അതുപോലെ തന്നെ കപ്പൽ ഒരു വലിയ വാഹനമാണ്. ഈ കപ്പല് നിയന്ത്രിക്കാനായി ഒരു ചെറിയ ചുക്കാൻ ഉപയോഗിക്കും. ആ ചുക്കാൻ ഉപയോഗിച്ച് ഇത് നിയന്ത്രിക്കുന്നു. അതുപോലെ തന്നെ നാവ് ഒരു ചെറിയ അവയവമാണെങ്കിലും അതിന് ചെയ്യാൻ കഴിയുന്ന കാര്യത്തെക്കുറിച്ചാണ് യാക്കോബ് താഴെ പറയുന്നത് 5-ാമത്തെ വാക്യത്തിൽ. അങ്ങനെ തന്നെ നാവും ചെറിയ അവയവമെങ്കിലും വളരെ വമ്പു പറയുന്നു. കുറഞ്ഞ തീ എത്ര വലിയ കാട് കത്തിക്കുന്നു. നാവും ഒരു തീ തന്നെ. നാവിന്റെ അപകടത്തെക്കുറിച്ച്, നാവിന്റെ ഗൗരവത്തെക്കുറിച്ച് യാക്കോബ് പറയുകയാണ്. കടിഞ്ഞാണും ചുക്കാനും പോലെ നാവ് ഒരു ചെറിയ അവയവമാണെങ്കിലും അത് ഉണ്ടാക്കുന്ന പ്രശ്നം അത്ര വലുതാണ്. ഒരു ട്രാൻസ്ലേഷൻ ഇങ്ങനെയാണ്, സോ ഓൾസോ ദ ടങ് ഈസ് എ സ്മോൾ തിങ് ബട്ട് വാട്ട് എനോർമസ് ഡാമേജ് ഇറ്റ് ക്യാൻ ഡു. ഒരു ചെറിയ അവയവമാണ് നാവെങ്കിലും അതിന് വരുത്താൻ കഴിയുന്ന അപകടങ്ങൾ എത്ര വലുതാണ്. നമ്മൾ നാവിൻ്റെ കാര്യത്തിൽ വളരെ ഗൗരവമായിട്ട് അതിനെടുക്കുകയും അതിലെന്തെല്ലാം ഡിസിപ്ലിൻസ് നമുക്ക് ആവശ്യമാണോ, എവിടെയൊക്കെ നമ്മുടെ നിയന്ത്രണങ്ങൾ നഷ്ടപ്പെടുന്നോ അവിടെ ദൈവത്തോട് നാം നിലവിളിക്കുകയും നമ്മൾ ഉപവസിക്കുകയും ദൈവത്തിൻ്റെ കൃപയ്ക്കായി നമ്മൾ യാചിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ടാണ് യാക്കോബ് അതിൻ്റെ ഗൗരവത്തെക്കുറിച്ച് വിശദമായി പറയുന്നത്. 6-ാമത്തെ വാക്യം, അതുപോലെ നാവ് ഒരു തീയാണ്.
തിന്മയുടെ ഒരു ലോകം തന്നെ, അത് നമ്മുടെ അവയവങ്ങളുടെ കൂട്ടത്തിൽ സ്ഥിതി ചെയ്ത് ശരീരത്തെ മുഴുവൻ മലിനമാക്കുന്നു. ജീവിത ചക്രത്തിന് തീ കൊളുത്തുകയും നരകത്താൽ അതിന് തീ പിടിപ്പിക്കുകയും ചെയ്യുന്നു. ശരീരത്തിലെ ഒരു അപകടം വരുത്തുന്ന ഒരവയവമാണ് നാവ്. ആ നാവ് ഒരു തീയാണ്. ആ തീ ഈ ജീവിതത്തിൽ തന്നെ കത്തിക്കൊണ്ടിരിക്കും. ആ തീ എന്ന് പറയുന്നത് നരകത്തിലെ തീയാണ്. അത് തനിക്ക് ദോഷം ചെയ്യുന്നു മാത്രമല്ല, മറ്റനേകർക്ക് ദോഷം ചെയ്യുന്നു. 7-ാമത്തെ വാക്യം, അതിൻ്റെ സീരിയസ്നെസ് പിന്നെയും യാക്കോബ് പറയുകയാണ് എത്ര ബുദ്ധിമുട്ടാണ് എന്ന്. എല്ലാവിധ മൃഗങ്ങളും പക്ഷികളും ഇഴജന്തുക്കളും കടലിലെ ജീവികളും മെരുങ്ങുന്നവയാണ്. മനുഷ്യൻ അവയെ മെരുക്കിയെടുത്തിട്ടുമുണ്ട്. 8-ാമത്തെ വാക്യം, നാവിനെയോ ഒരു മനുഷ്യന് മെരുക്കാവുന്നതല്ല, അതടങ്ങാത്ത ദോഷമാണ്, മാരകമായ വിഷം നിറഞ്ഞതാണ്. യാക്കോബ് ഇവിടെ പറയുന്നതിന്റെ അർത്ഥം നാവിനെ നമുക്ക് മെരുക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് വരുന്നത് വരട്ടെ എന്ന് പറയാനല്ല. വേദപുസ്തകത്തിൽ നിസ്സഹായനാക്കി നിർത്തുന്ന ഒരു കാര്യവും ഇല്ല. ഒരിക്കൽ യേശു പറഞ്ഞു, ശിഷ്യന്മാരോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് ഒരു പ്രാർത്ഥിക്കാതിരുന്നപ്പോൾ യേശു പറഞ്ഞു, ആത്മാവ് ഒരുക്കമുള്ളത് ജഡം ബലഹീനം. നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കാൻ കഴിയാതെ ഉറങ്ങിപ്പോകുന്നതിനൊക്കെ പറയുന്ന ഒരു എക്സ്ക്യൂസാണ് കർത്താവ് പറഞ്ഞ വാക്ക്. എന്താണ്? ആത്മാവ് ഒരുക്കമുള്ളത് ജഡം ബലഹീനം. അത് പറഞ്ഞിട്ട് നമ്മൾ പറയും അപ്പൊ എന്ത് ചെയ്യാനാ? അങ്ങനെ അതല്ല കർത്താവ് പറഞ്ഞത്. കർത്താവ് പറഞ്ഞത് ആത്മാവിന് ഒരുക്കമുണ്ടെങ്കിലും ജഡം ബലഹീനമാണെങ്കിൽ ആ ആത്മാവിനെ പ്രാർത്ഥിപ്പിക്കാൻ കഴിയത്തക്ക വിധത്തിൽ ജഡത്തെ കൺട്രോൾ ചെയ്യണം. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പോൾ ഒരു നൈറ്റ് പ്രയറിന് ഇരിക്കുമ്പോൾ വൈകിട്ട് ഒരു 1.5 പ്ലേറ്റ് ബിരിയാണിയൊക്കെ അടിച്ചിരുന്നാൽ 8 മണിക്ക് പ്രാർത്ഥന തുടങ്ങി 9:30 ആകുമ്പോഴേക്കും നമ്മൾ ഉറങ്ങിപ്പോയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. അപ്പോൾ ശരീരം അതിനനുസരിച്ച് മെരുക്കാനാണ് പറഞ്ഞത്, അല്ലാതെ എന്ത് ചെയ്യാനാ എന്നുള്ള നിസ്സഹായാവസ്ഥ പറയാനല്ല. അതുപോലെ തന്നെയാണ് യാക്കോബ് പറയുന്നത്, മനുഷ്യർക്ക് ആർക്കും മെരുക്കാൻ കഴിയുന്നതല്ല എന്ന് പറയുന്നത് സാധാരണഗതിയിൽ നമ്മുടെ ശക്തി കൊണ്ടും നമ്മുടേതായ പ്രയത്നം കൊണ്ടും പറ്റത്തില്ല, അത്ര ഗൗരവമുള്ളതാണ്. അതുകൊണ്ട് ഏതെല്ലാം കാര്യങ്ങളിൽ നമ്മൾ ഡിസിപ്ലിൻ വരുത്തണം. ഈ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന പ്രവൃത്തിയുടെ ഒരു ഭാഗം തന്നെയാണ്. അതായത് ദൈവം പ്രവർത്തിക്കുന്നതിന് അതിനോട് ഞാൻ ചേർന്ന് നിൽക്കുന്നതാണ് ഡിസിപ്ലിൻ. അപ്പൊ ദൈവം എൻ്റെ നാവ് കൺട്രോൾ ചെയ്യുക എന്ന് പറയുമ്പോൾ അതിൽ ഞാൻ എന്തെല്ലാം ഡിസിപ്ലിൻസ് എൻ്റെ ഭാഗത്ത് ചെയ്യണമോ അത് ഞാൻ ചെയ്യണം. പലതും എനിക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട്, അവിടെ ദൈവത്തിന് കൃപ നൽകും. പക്ഷെ എനിക്ക് പറ്റുന്ന കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പഠിച്ചപ്പോൾ ഒരുവൻ നിങ്ങളുടെ അടുക്കൽ വന്നു, അവന് വസ്ത്രവുമില്ല ഭക്ഷണവുമില്ല, അപ്പോൾ നീ പോയി സമാധാനത്തോടെ പോയി ഭക്ഷണം കഴിച്ച് വിശപ്പടക്കുക, നീ തീ കായുക എന്ന് പറഞ്ഞ് വിട്ടാൽ കാര്യമില്ലെന്ന് പറയുമ്പോൾ അവിടെ പ്രാർത്ഥനയല്ല വിഷയം, അവിടെ ഉപദേശമല്ല ആവശ്യം. എൻ്റെ കയ്യിൽ പൈസ ഉണ്ട്, അവന് കൊടുക്കണം, അത് ഞാൻ ചെയ്യേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ ഇവിടെ എൻ്റെ ഭാഗത്ത് എന്തെല്ലാം ഡിസിപ്ലിൻസ് നാവിൻ്റെ വിഷയത്തിൽ ചെയ്യണമോ അത് ഞാൻ ചെയ്യണം. നമ്മൾ അറിയാതെ നാവ് മിസ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ ഉള്ളിൽ ഗൗരവത്തോടെ കയറി അടുത്ത പ്രാവശ്യം അത് സംഭവിക്കാതിരിക്കാനുള്ള എന്തെല്ലാം കാര്യങ്ങൾ എൻ്റെ ഭാഗത്ത് ചെയ്യണമോ അത് തീർച്ചയായിട്ടും ഞാൻ ചെയ്യണം. ചില വാക്കുകൾ ഒഴിവാക്കണം. ഒരു ഭാഗത്ത് നമ്മൾ വായിക്കുന്നുണ്ട്, ദുഷ്ടൻ എൻ്റെ മുൻപിൽ ഇരിക്കുമ്പോൾ ഞാൻ എൻ്റെ നാവിനെ കടിഞ്ഞാണിട്ട് സൂക്ഷിക്കും. അത് നേരത്തെ ചെയ്യുന്ന കാര്യമാണ്. ദുഷ്ടൻ വരികയാണ്, അപ്പോഴേക്കും ഞാൻ മനസ്സിൽ ഒരുക്കി. അപ്പൊ നാവ് അത്ര അപകടം പിടിച്ചൊരു കാര്യമായതുകൊണ്ട് നമ്മൾ അതിനെ ഗൗരവത്തോടെ കാണണം. എന്നിട്ട് 9-ാമത്തെ വാക്യത്തിൽ യാക്കോബ് പറയുന്നു, ഒരു നാവ് കൊണ്ട് ഞാൻ കർത്താവും പിതാവുമായവനെ സ്തുതിക്കുന്നു, അതേ നാവ് കൊണ്ട് ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യരെ ശപിക്കുന്നു. എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനും മെഡിക്കൽ എൻട്രൻസ് എക്സാമിനും നെഗറ്റീവ് മാർക്കുണ്ട്. പരീക്ഷയെല്ലാം കഴിഞ്ഞു, എനിക്ക് എത്ര ക്വസ്റ്റ്യൻ ആണെന്ന് അറിയില്ല, ചിലപ്പോൾ 100 ക്വസ്റ്റ്യൻ ആണെന്ന് ചിന്തിക്കുക. തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ പറഞ്ഞു, എങ്ങനെയുണ്ട് എക്സാം? നല്ല എക്സാം ആയിരുന്നു. എത്ര എഴുതി? ഞാൻ 100 ആൻസർ ചെയ്തു. അപ്പൊ കേട്ടവനൊക്കെ ഉറപ്പിച്ചു, അവന് കിട്ടി. റിസൾട്ട് വന്നപ്പോൾ അവനൊന്നും കിട്ടിയില്ല. എന്താ കാര്യം? അവൻ ആൻസർ ചെയ്തു, പക്ഷെ ആൻസർ ചെയ്തതിൽ ഒരു 25 ശരി, 75 തെറ്റ്.
അപ്പൊ നെഗറ്റീവ് മാർക്ക് ഈ പോസിറ്റീവായ മാർക്ക്, ശരിയായ മാർക്കിനെ ക്യാൻസൽ ചെയ്ത് കളയുകയാണ്. ഇതുപോലെ ഇവിടെ പറയുകയാണ്, എൻ്റെ നാവ് കൊണ്ട് ഞാൻ കർത്താവും പിതാവുമായവനെ സ്തുതിക്കുന്നു. ദൈവം നല്ലവനാണെന്നും വലിയവനാണെന്നും ആരാധനയ്ക്ക് യോഗ്യനാണെന്നും അങ്ങ് ഉണ്ടാക്കുന്നതൊക്കെ നല്ലതാണെന്നും ഒക്കെ ഞാൻ പറയുന്നു. എന്നിട്ട് ഞാൻ വീട്ടിൽ പോന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ ഞാനൊരു ആരാധകനാണ്. ഞാൻ എൻ്റെ ആരാധനയ്ക്ക് 100-ൽ 100 മാർക്കും ഇടുകയാണ്. പക്ഷേ ആ നാവ് കൊണ്ട് ഞാൻ ഒരാളെ ശപിക്കുമ്പോൾ, മക്കളെ ശപിക്കുമ്പോൾ, പാരൻസിനെ ശപിക്കുമ്പോൾ, കൂട്ടുകാരെ ശപിക്കുമ്പോൾ, ഗവൺമെന്റിനെ ശപിക്കുമ്പോൾ, ഞാൻ ഇപ്പോൾ ഈ ദിവസങ്ങളായിട്ട് ഈ ഗവൺമെന്റിനെ ശപിക്കുന്ന ന്യൂസുകൾ അധികം കാണാറില്ല. കാരണം അറിയാതെ ശാപം വന്നു പോകും. പ്രത്യേകിച്ച് ഈ പാവങ്ങളെ കൊണ്ടുപോയി പോലീസുകാർ ഇടിക്കുകയും കള്ളക്കേസിൽ കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന കാണുമ്പോൾ ആ തുടക്കം കേൾക്കുമ്പോൾ തന്നെ ഞാൻ നിർത്തും. കാരണം എനിക്കറിയാം അത് കേട്ട് കഴിഞ്ഞാൽ മനസ്സിങ്ങനെ നിറഞ്ഞിരിക്കുകയാണ്. പോലീസുകാർ ചെയ്യുന്ന കാര്യങ്ങൾ, അതുപോലെ ഗവൺമെന്റ് ഭാഗത്തുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ. ഞാൻ ഒരു ഭാഗത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, മറുഭാഗത്ത് ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ ശപിക്കുന്നു. അത് വളരെ ഗൗരവത്തോടെ നമ്മൾ കാണേണ്ടതാണ്. ഈ സൗന്ദര്യത്തെക്കുറിച്ചുള്ള ഡിസ്കഷൻ ദാറ്റ് ഈസ് വെരി ഡേഞ്ചറസ്. സോ ക്യൂട്ട് എന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ എല്ലാവരെ കുറിച്ചും സോ ക്യൂട്ടായിരിക്കണം. കാര്യം കറുത്ത കുഞ്ഞിനെയും വെളുത്ത കുഞ്ഞിനെയും ഒരേ കരം തന്നെയാണ് രൂപപ്പെടുത്തിയത്. വളരെ ഗൗരവത്തോടെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ദൈവം സൃഷ്ടിച്ചതിനെ ഞാൻ മോശമെന്ന് പറയുമ്പോൾ ആരാധനയുടെ ഓപ്പോസിറ്റാണ്. അതാണ് അവിടെ പറയുന്നത്. ദൈവമാണ് സൃഷ്ടിച്ചത്. അത് യിരെമ്യാവിനോട് ദൈവം പറയുമ്പോൾ ഞാൻ നിന്നെ രൂപപ്പെടുത്തി, ഐ ഫോംഡ് യു. അതായത് ഒരു കുഞ്ഞിനെ ദൈവം, നമ്മൾ അവനിൽ എന്തെല്ലാം വൈകൃതമോ എന്തെല്ലാം അഭംഗി കാണുന്നുവോ അതെല്ലാം ദൈവത്തിന്റെ ശ്രദ്ധാപൂർവമായ സൃഷ്ടിയും ദൈവത്തിന്റെ ഉദ്ദേശത്തിന് വേണ്ടിയുള്ള സൃഷ്ടിയുമാണ്. അതാണ് മോശയോട് ദൈവം പറയുന്നത്. മോശ ദൈവത്തിന്റെ മുൻപിൽ നിസ്സഹായനായിട്ട് നിന്നിട്ട് പറയുകയാണ്, ഞാൻ തടിച്ച നാവും വിക്കനുമാണ്. അപ്പൊ ദൈവം പറയാം, അയ്യോ അങ്ങനെയാണോ, എന്നാ പിന്നെ ഞാൻ നിന്നെ വിട്ടേക്കാം, ഞാൻ അഹരോനെ തെരഞ്ഞെടുത്തേക്കാം. അങ്ങനെയല്ല ദൈവം പറയുന്നത്. ആദ്യം ദൈവം വളരെ ഗൗരവത്തോടെ പറയുകയാണ്, തടിച്ച നാവുള്ളവനെ സൃഷ്ടിച്ചതാര്? കുരുടനെ സൃഷ്ടിച്ചതാര്? യഹോവയായ ഞാനല്ലയോ? അത് ആരാധനയുടെ ഓപ്പോസിറ്റാണ്. നമ്മള് ഞായറാഴ്ച 2 മണിക്കൂർ, അത് മാത്രമൊന്നുമല്ല ആരാധന, ഞാൻ ഉദാഹരണത്തിന് വേണ്ടി പറഞ്ഞാണ്. നമ്മൾ ആരാധന എന്ന് പറഞ്ഞിട്ട് ആരാധനയ്ക്ക് പോകുന്നു, അല്ലെ ആരാധിച്ചിട്ട് വരുന്നു എന്ന് പറയുന്ന ആ ഒരു ആരാധന, അത് കുറച്ച് സമയത്തേക്കേ ഉള്ളൂ. പക്ഷെ ശപിക്കുന്നതും ഇങ്ങനെയുള്ള വേർതിരിവുകൾ പറയുന്നതും മനുഷ്യനെ പല തട്ടുകളിലൊക്കെ ആക്കുന്നതും ഒക്കെ അധികം നടക്കുന്ന കാര്യങ്ങളാണ്. അതായത് നെഗറ്റീവ് മാർക്കാണ് കൂടുതൽ, പോസിറ്റീവ് അല്ല. അതുകൊണ്ടാണ് നാവിനെ കടിഞ്ഞാണിട്. ഞാനിതൊക്കെ പറയുമ്പോൾ ഒരു വിശുദ്ധിയുടെ കസേരയിൽ ഇരുന്നുകൊണ്ടൊന്നുമല്ല പറയുന്നത്. ഞാൻ എപ്പോഴും ഓർക്കും, കർത്താവ് എൻ്റെ ഒരു ബാല്യകാലമൊക്കെ കഴിഞ്ഞു പോലും വിക്കി പറഞ്ഞ ആൾക്കാരെയൊക്കെ ചിരിപ്പിച്ചിട്ട് സ്റ്റേജിൽ മോണാക്റ്റോ മിമിക്രിയെ കാണിക്കുമ്പോൾ ഈ വിക്ക് കാണിക്കുക. ഇപ്പൊ അതൊക്കെ ഓർക്കുമ്പോൾ ദൈവമേ, ചെയ്തു പോയ ആ തിന്മ എത്രയോ മാരകമായ വിഷമുള്ളതായിരുന്നു ആ പ്രവൃത്തി. ആ വിക്ക് പറയുന്ന ആ വ്യക്തി, അവൻ വിക്ക് പറയാൻ ആഗ്രഹിച്ചവനല്ല. സമൂഹത്തിൽ എല്ലാവരും വിക്കിപ്പോകുന്നവരല്ല സംസാരിക്കുമ്പോൾ. പക്ഷേ അവൻ അങ്ങനൊരു അവസ്ഥ അവനുണ്ടായി. അവന് മറ്റുള്ളവരിൽ നിന്ന് ഒരു നിരാകരണവും പരിഹാസവും കിട്ടിക്കൊണ്ടിരിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ അതിന്റെ പുറത്ത് കുറച്ചും കൂടി തീവാരി കൂടി ഇട്ട് കൊടുക്കുന്നത്. ഇവിടെ യാക്കോബ് പറയുന്നു, നാവ്, ആ നാവ് കൊണ്ട് നീ നല്ലതും ചെയ്യുന്നു തിന്മയും ചെയ്യുന്നു. എന്നിട്ട് 10ാമത്തെ വാക്യത്തിൽ യാക്കോബ് ചോദിക്കുകയാണ്, അതെങ്ങനെ സംഭവിക്കും? ഒരേ വായിൽ നിന്ന് സ്തോത്രവും ശാപവും
എങ്ങനെ പുറപ്പെടും? സഹോദരന്മാരെ, ഇങ്ങനെ ആയിരിക്കുന്നത് യോഗ്യമല്ല. നമുക്കാർക്കും നഷ്ടപ്പെട്ടു പോയ വർഷങ്ങൾ തിരിച്ചു കിട്ടത്തില്ല. എൻ്റെ ബാല്യവും യൗവനവും എനിക്ക് തിരിച്ചു കിട്ടത്തില്ല. പക്ഷെ എനിക്ക് ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളുണ്ട്. പൗലോസ് പറയുന്നത് പോലെ, പിന്നിലുള്ളതിനെ ഞാൻ മറക്കുന്നു, ഞാൻ മുൻപിലേക്ക് ഓടുന്നു. നമുക്കിനി അതേ പറ്റുള്ളൂ. പ്രത്യേകിച്ചും നമ്മുടെ ചെറുപ്പക്കാർക്ക് നിങ്ങളുടെ ജീവിതം മനോഹരമാക്കാം. ഞങ്ങളുടെ ജീവിതത്തിൽ, എൻ്റെ ജീവിതത്തിലൊക്കെ വന്ന ആ തെറ്റ് നിങ്ങളുടെ ബാല്യത്തിൽ നിങ്ങൾ ആവർത്തിക്കേണ്ട. നമ്മൾ പലപ്പോഴും ഇതൊന്നും ഗൗരവമായിട്ട് കാണാറില്ല. കാരണം ഇതൊന്നും അങ്ങനെ പഠിപ്പിക്കുന്ന വിഷയമൊന്നും, ഇതൊന്നും ഡോക്ടറിനൊന്നുമല്ലല്ലോ. ഇങ്ങനെയുള്ള കാര്യം വേദപുസ്തകം വളരെ ഗൗരവത്തോടെ പറയുന്ന പല കാര്യങ്ങളും നമ്മൾ അവഗണിച്ചു കളഞ്ഞു. നാവ് കടിഞ്ഞാണിടുക. ഒരേ വായിൽ നിന്ന് തന്നെ സ്തോത്രവും ശാപവും പുറപ്പെടുന്നത് അത് യോഗ്യമല്ല. 11-ാമത്തെ വാക്യം, ഉറവയുടെ ഒരേ സ്ഥലത്ത് നിന്ന് തന്നെ മധുരവും കയ്പുമുള്ള വെള്ളം പുറപ്പെടുമോ? അങ്ങനെ സംഭവിക്കത്തില്ല. എന്നിട്ട് വീണ്ടും യാക്കോബ് മറ്റൊരു ഉദാഹരണം പറയുകയാണ്. അത്തിവൃക്ഷത്തിൽ നിന്ന് ഒലിവുപഴം ഉണ്ടാകത്തില്ല, മുന്തിരിവള്ളിയിൽ അത്തിപ്പഴം ഉണ്ടാകത്തില്ല, ഉപ്പുറവയിൽ നിന്ന് ഒരിക്കലും ശുദ്ധജലം പുറപ്പെടുകയില്ല. ഒരു വിശ്വാസി ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തെ സൃഷ്ടിതാവെന്ന് പുകഴ്ത്തുന്ന, ദൈവം സർവജ്ഞാനിയെന്ന്, ദൈവം സർവശക്തനെന്ന് വിശ്വസിക്കുന്ന ഒരാളുടെ വായിൽ നിന്ന് ആരാധനയ്ക്ക് വിരുദ്ധമായ ശാപവാക്കുകളോ അതുപോലെയുള്ള വാക്കുകളോ വരാൻ പാടില്ല. വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് പാപമായി കണ്ടിട്ട് ദൈവത്തോട് നമ്മൾ ക്ഷമാപണം നടത്തുകയും അതിൽ നിന്ന് നമ്മൾ പുറത്തു വരികയും ചെയ്യണം. നാവ് കൊണ്ട് ഉണ്ടാക്കുന്ന സൗഖ്യം അതുപോലെ തന്നെയാണ് നാവ് കൊണ്ടുണ്ടാക്കുന്ന മുറിവ്, നാവ് കൊണ്ടുണ്ടാക്കുന്ന അനുഗ്രഹം, നാവ് കൊണ്ടുണ്ടാക്കുന്ന ശാപം. ഒരുവൻ തൻ്റെ നാവിനെ കടിഞ്ഞാണിടാതെ താൻ ഭക്തനെ നിരൂപിച്ചാൽ അവൻ്റെ ഭക്തി വ്യർത്ഥം. ഇവിടെ യാക്കോബ് നാവിനെ ഉപദേശത്തോടുള്ള ബന്ധത്തിൽ പറയുകയാണ്. നാവ് കടിഞ്ഞാണിട്ടത് കൊണ്ട് മാത്രം കാര്യമായില്ല, കാരണം അകത്താണ് ചിന്തകൾ ഉണ്ടാകുന്നത്. പക്ഷേ അകത്തുള്ള ചിന്തയെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ പരിഹരിച്ചാൽ മതി. പക്ഷെ നാവിൽ നിന്ന് പുറത്തു ചാടിയത് ദൈവവുമായിട്ട് മാത്രം പരിഹരിച്ചാൽ പോരാ. എനിക്കിപ്പോൾ ഒരാളോട് ഒരു പുച്ഛം തോന്നി, ഒരാളോട് അദ്ദേഹത്തിൻ്റെ ശരീര രൂപം കണ്ടിട്ട് എനിക്ക് ഒരു പരിഹാസം തോന്നി, അത് എൻ്റെ ഉള്ളിൽ തോന്നിയതാണ്. ഉള്ളിലുണ്ടായ തെറ്റ് എനിക്ക് ദൈവത്തോട് ഏറ്റു പറഞ്ഞാൽ തീരും. പക്ഷെ എൻ്റെ ഉള്ളിൽ തോന്നിയത് ഞാൻ വായ കൊണ്ട് പുറത്തേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ദൈവത്തോട് മാത്രം ഉണ്ടാകുന്ന പരിഹാരമല്ല, അത് കേട്ടവനുണ്ടാകുന്ന മുറിവും കേട്ടവനുണ്ടാകുന്ന പ്രശ്നങ്ങളും ഇതിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് നാവിനെ കടിഞ്ഞാണിടുക. അതുകൊണ്ടാണ് യാക്കോബ് അതിനെക്കുറിച്ച് വിശദമായി പറയുന്നത്. അത്ര എളുപ്പമല്ല. കൂടുതൽ സംസാരിക്കുന്ന വ്യക്തി അവന് നിർത്താൻ അറിയില്ലെങ്കിൽ അവൻ അവിടെ തിരിച്ച് ചാടും. ഇതിനു മുമ്പുള്ള ക്ലാസ്സിൽ പറഞ്ഞതാണ്, സംസാരം എന്ന് പറയുന്നത് വളരെ മനോഹരമായ ഒരു കലയാണ്. ആത്മീയ ലോകത്തിലും നമുക്കറിയാലോ, എത്രയോ പേരുമായി നമ്മൾ സംസാരിച്ചു, നീണ്ട സംസാരങ്ങൾ സംസാരിച്ചു. അത് നമ്മളെ ഉണർത്തി നമുക്ക് പ്രോത്സാഹനം നൽകി. ഒരുപാട് സംസാരിക്കുന്നു, പക്ഷേ നമ്മൾ ഈ പറഞ്ഞ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്നും അതിൽ ഇല്ലാത്ത സംസാരമാണ്. അതുകൊണ്ട് അതൊരു ദോഷമല്ല. സംസാരിക്കുക എന്നുള്ളത് വളരെ നല്ല കാര്യം തന്നെയാണ്. ചില ആളുകളുമായിട്ട് മണിക്കൂറുകൾ നമ്മൾ സംസാരിക്കട്ടെ, നമുക്ക് തിരിച്ചു വന്ന് കർത്താവ് തെറ്റിപ്പോയി ക്ഷമിക്കണേ എന്ന് പറയേണ്ടി വരത്തില്ല. അതേ സമയത്ത് ചിലരുമായിട്ട് സംസാരിച്ച് തുടങ്ങുമ്പോഴേ 1, 2, 3, 4, 5, 6 കടിഞ്ഞാണിട്ടാലേ ഈ നമ്മുടെ വായും തെറ്റ് ചെയ്യാതിരിക്കത്തുള്ളൂ. അപ്പൊ സംസാരം അല്ല പ്രശ്നം, കടിഞ്ഞാണിടാൻ കഴിയാത്ത സംസാരം. ഉപദേഷ്ടാക്കന്മാരാകരുതെന്ന് പറയാനുള്ള കാരണം അഹങ്കാരത്തിൽ നിന്ന് വരുന്ന ഉപദേശങ്ങൾ, എനിക്ക് ഈ തെറ്റുകളില്ല എന്നുള്ള ചിന്തയിൽ നിന്ന് വരുന്ന ഉപദേശങ്ങൾ, കരുണയില്ലാത്ത ഉപദേശങ്ങൾ,
നല്ല ഉറവയിൽ നിന്ന് നല്ല വെള്ളം പുറപ്പെടുന്നു. നമ്മുടെ സംസാരം ഒരാളെ എൻകറേജ് ചെയ്യുന്നത്, ഒരാളെ പ്രോത്സാഹിപ്പിക്കുന്നത്, ഒരാൾക്ക് മുന്നോട്ട് ജീവിക്കാൻ താല്പര്യം നൽകുന്നത്, ഒരാൾക്ക് ആത്മീയമായ പ്രയോജനങ്ങൾ ഉണ്ടാകുന്നത് നാവിനെ കടിഞ്ഞാണിട്ടുകൊണ്ടുള്ള ഒരു സംസാരം. നമ്മുടെ ശരീരത്തിൽ ഒരു അവയവമായ നാവിനെ ദൈവത്തിന് സമർപ്പിക്കാം. രണ്ട് കാര്യങ്ങൾ പ്രാധാന്യമുള്ളതാണ്. ഡിസിപ്ലിൻസ് എന്തെല്ലാം ആവശ്യമാണോ അത് ചെയ്യണം. ഈ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ദൈവത്തെ മാറ്റി നിർത്തി ഞാൻ ചെയ്യുന്ന കാര്യമല്ല. ദൈവത്തിന്റെ പ്രവൃത്തിയുടെ ഭാഗമായി ഞാൻ അതിൽ ഇൻവോൾവ് ആയി ചെയ്യുന്ന കാര്യമാണ്. ദൈവത്തെ മാറ്റി നിർത്തി ഞാൻ എൻ്റെ കഴിവിലും എൻ്റെ തോന്നലിലും ചെയ്ത കാര്യമല്ല ഡിസിപ്ലിൻസ്, ക്രിസ്ത്യൻ ഡിസിപ്ലിൻസ്. ദൈവം എന്നിൽ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഭാഗമായി ഞാൻ തീരുമ്പോൾ ഞാൻ ചെയ്യേണ്ട, ദൈവം പറഞ്ഞിട്ട് അല്ലെങ്കിൽ ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമായി ഞാൻ ചെയ്യുന്ന കാര്യം ഡിസിപ്ലിൻസ്. അപ്പൊ നാവിനോടുള്ള ബന്ധത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണമോ അത് നമ്മൾ ചെയ്യണം. അതോടൊപ്പം തന്നെ എവിടെയൊക്കെ പരാജയങ്ങൾ ഉണ്ടാകുന്നു, ശാപത്തിന്റെ വാക്കുകൾ, മറ്റുള്ളവർക്ക് മുറിവുകൾ ഉണ്ടാക്കുന്ന വാക്കുകൾ, മറ്റുള്ളവരെ നിരാശയിലേക്ക് നടത്തുന്ന വാക്കുകൾ, നമ്മൾ ഈ പറഞ്ഞ രീതിയിലുള്ള ഉപദേശങ്ങൾ വരുന്ന സംസാരങ്ങൾ, അതിനെല്ലാം ദൈവത്തിന്റെ കൃപ ലഭിക്കേണ്ടതിന് വേണ്ടി ദൈവത്തിന്റെ വിനയത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഒരുവൻ തൻ്റെ നാവിനെ കടിഞ്ഞാണിടാതെ താൻ ഭക്തി നിരൂപിച്ചാൽ അവന്റെ ഭക്തി വ്യർത്ഥം. ഒരേ വായിൽ നിന്ന് സ്തോത്രവും ശാപവും എങ്ങനെ പുറപ്പെടും? നമുക്ക് നാവിന്റെ കാര്യത്തിൽ, സംസാരത്തിന്റെ കാര്യത്തിൽ വളരെ ഗൗരവമുള്ളവരായിരിക്കും. പ്രത്യേകിച്ചും ഈ അഭിപ്രായം പറയുന്ന കാര്യങ്ങൾ, ജഡ്ജ് ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മൾ അതിനെക്കുറിച്ച് വളരെ വിശദമായി പഠിച്ചതാണ്. കാരണം യാക്കോബ് പല ഭാഗത്തും സംസാരത്തെക്കുറിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട്. ദൈവത്തിന്റെ കാര്യങ്ങളിൽ നമ്മളെ സമർപ്പിക്കാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാണ്.